എല്ലാവർക്കും നമസ്കാരം. എൻ്റെ തന്ത വൈബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. തന്ത വൈബിലേക്ക് സ്വാഗതം 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 സ്വാഗതം. സംഭവം ഉണ്ടല്ലോ, ഞാനിപ്പോ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒരു പ്രശ്നമുണ്ട്. ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഇന്നിപ്പോ വ്യാഴായിട്ടുണ്ട്. അത്രേ ദിവസം ഞാനൊന്നും ചെയ്തിട്ടില്ല, അത് വേറെ വിഷയം. പറയാൻ മാത്രമൊന്നും നടന്നിട്ടില്ല. സുഖമില്ലായ്മ അതും ഇതൊക്കെ ആയിട്ട് മൊത്തം കിടത്തം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ അതൊന്നുമില്ല. പിന്നെ എന്തേന്ന് പറയാൻ വന്നത്, ബ്രസീലിന്റെ കളിയാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്, അല്ല കളി കാണാൻ പോയത്. അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അർജന്റീന ജയിച്ചു. അതിനുശേഷം പിന്നെ മൊത്തം എന്താണ് നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങനെ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാലും അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ നോക്കുന്നത്. ഇതിപ്പോ അർജന്റീനക്ക് ജയിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് ഓരോരുത്തരുടെ സംസാരം കേൾക്കുമ്പോൾ. അതാണ് അതിൽ ഏറ്റവും വലിയ കോമഡി അല്ലേ. ഇനി അർജന്റീന ജയിച്ച പ്രശ്നമാണ്, ജയിക്കാനേ പാടില്ല. വേറെ ആരും എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം മൊറോക്കോയും ഫ്രാൻസും തമ്മിലുള്ള മത്സരത്തിൽ കുറെ ആൾക്കാർ പറയുന്നു മൊറോക്കോ ജയിച്ചാല് അത് അർജന്റീനയുടെ കളിയാണ്, ഫ്രാൻസ് ജയിച്ചാല് അത് അർജന്റീനയുടെ കളിയാണ്. ഇതിപ്പോ ആർക്കും ജയിക്കാനും പാടില്ല. അപ്പോ എന്തൊക്കെയാണ് മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കുന്നത്. ഫ്രാൻസിൽ എവിടെയോ കിടക്കുന്ന ഒരു റഫറി, അയാൾ എങ്ങനെയാണ് ഇപ്പൊ പോയിട്ട് അർജന്റീനക്കാർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക? എനിക്ക് മനസ്സിലായി. മെസ്സി ജയിക്കരുത്, അതാണ് പ്രധാന ഉദ്ദേശം. മെസ്സി കാണിച്ചു കൂട്ടുന്നൊന്നും ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പൊട്ടന്മാര് അയാളൊരു പെനാൽറ്റി അടിച്ചിട്ട് മിസ്സാക്കിയിട്ടുണ്ടോ, 2 മിസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ സന്തോഷായിരുന്നേ. അല്ല, ഞാനും പൊട്ടന്മാരെ ഒന്നും വിളിക്കില്ല, സോറി. എനിക്ക് ഈ ഫുട്ബോളിനെ കുറിച്ച് അങ്ങനെ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അതിങ്ങനെ കാണുമ്പോഴേ വമ്പൻ വിവാദങ്ങളാണ് നടക്കുന്നത്. എന്താ ചെയ്യാ? അടുത്ത കളിയിൽ അർജന്റീന കൂടെ പൊട്ടിയാല് കണക്കാൻ കൂടെ തന്നു, അത് വരെ ഉണ്ടാവും. ഫിഫ ബോയ് ഫിഫ ബോയ് ഫിഫ ബോയ്. ഞാൻ പറഞ്ഞിട്ട് പ്രാവശ്യം വേറെ ആരോ അടിച്ചോട്ടെ കപ്പ്. എന്നാല് ഈ ഫിഫന്റെ മറ്റേ ആ പ്രശ്നം കൊണ്ട് തീരുള്ളൂ തോന്നുന്നുണ്ട്. എന്താ ചെയ്യ, അങ്ങനൊക്കെയാണ്. ഞാൻ വെറുതെ എന്തോ പറഞ്ഞോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയണം തോന്നിപ്പോയി. ഇതൊക്കെ കാണുമ്പോഴേ എനിക്കിപ്പോ ആര് ജയിച്ചാലും കണക്കാം, തോറ്റാലും കണക്കാം. പിന്നെ അതൊക്കെ ഒരു രസല്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നിപ്പോ നല്ല മഴയാണ്, നല്ല മഴ. ഇന്ന് രാവിലെ കണ്ടോ മഴ ഉണ്ടാവില്ല എന്ന് വെച്ചു, പക്ഷെ മഴ തുടങ്ങിയിട്ടുണ്ട്.
ഓ, സമയം എത്രയായി? ഇപ്പൊ എവിടെ വലിച്ചാലും സമയം കാണാൻ എന്തായാലും 10 മണി ആയിട്ടുണ്ടാവും. ഞാനങ്ങോട്ട് പോകട്ടെ. ഉം. ഇനി ഇവിടുന്ന് പൊങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഉം. എനിക്ക് എന്താണെന്നറിയോ, എനിക്കൊരു 10-12 ആടെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു 12 പേരെ ₹1 വെച്ചിട്ട് മെഡിസിൻ ആർക്കെങ്കിലും ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കണം. അതൊന്നും എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇത് ആൾക്കാരെ എങ്ങനെയാ വീഡിയോ എടുക്കാന്ന് ആലോചിക്കുന്നത്. ആൾക്കാർ കാണാതെ എടുത്താല് എന്നിട്ട് അവരോട് പറയണം ഇത് ഇന്നതിൽ കുറച്ചതാണ് എന്നൊക്കെ. നടക്കും നോക്കാം. ഉം. അയ്യോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഞാൻ എണീറ്റിട്ട് കാണാം. ഞാനതല്ല ഇപ്പൊ നോക്കുന്നത്. സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ പല്ലുകൂടി തേച്ചിട്ടില്ല. ഇരുന്നല്ലേ രാവിലെ ജിമ്മിൽ പോകുന്നതന്നെ. രാവിലെ പോവുകയാണെങ്കിൽ 6 മണിയാകുമ്പോൾ എണീക്കും. കറക്റ്റ് സമയത്തിന് ഉറങ്ങും. ഇത് മൊത്തം പാളിച്ചാണ്. അപ്പൊ ഇനി 20-ാം തീയതി വരെ അല്ലേ, അത് കഴിഞ്ഞ പിന്നെ രാവിലെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ചിലപ്പം ജിമ്മിലെ വീഡിയോസ് ഒക്കെ ഇട്ടു. ഇത് രാത്രി ചെല്ലുമ്പോ നല്ല തിരക്കുമായിരിക്കും. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ എനിക്കെന്തോ ഒരു മോശമായിട്ട് തോന്നുക. അതുകൊണ്ട് എടുക്കാത്തത്. എന്തായാലും പല്ല് തേക്കട്ടെ. ഇത് ഇന്നലെ ഈ നേന്ത്രപ്പഴം ഇങ്ങനെ കഴിച്ചിട്ടേ ഗ്യാസിന്റെ പ്രശ്നമല്ല പോലെ. അപ്പൊ ഞാനൊരു ഇന്ന് രാവിലെ ഒരു ഗ്യാസിന്റെ ഗുളിക പൊട്ടിച്ചിട്ടുണ്ട്. അതാണ് ഇത്. ഇനി പേസ്റ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഞാനൊരു കഥ ഇങ്ങനെ എഴുതിയതേ. അത് പ്രിന്റ് എടുത്തപ്പോ ഇവിടെ ഫസ്റ്റത്തെ ഒരക്ഷരം കിട്ടാത്ത രീതിയിലേക്ക്. അപ്പൊ അത് റെഡിയാക്കാൻ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങനെ സ്പേസ് ഇട്ടിട്ട് നീക്കി റെഡിയാക്കി പകുതി എത്തിയപ്പോ ഞാൻ ബാക്ക് അടിച്ചു പോയി. പിന്നെ അത് ഫസ്റ്റ് മുതലായി. അപ്പൊ എന്തായി, ആ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി. പിന്നെയും ഫസ്റ്റ് മുതൽ ചെയ്യണം. അപ്പൊ ചടച്ചിട്ട് ഇനി അടുത്തൊരു മൂഡ് വരുമ്പോ ചെയ്താലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. അത് ചെയ്യണം. അതിനി സമയം കിട്ടുമ്പോ ചെയ്യാം. ഓക്കെ, എന്നാ ഞാൻ പല്ല് തേക്കട്ടെ. ഇതിലെങ്ങനെ നടക്കാന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതുണ്ട് ഫുള്ള് സ്ലിപ്പായി പോകാൻ നല്ല സാധ്യത ഉണ്ട്. ചെരുപ്പിനാണെങ്കിൽ ഗ്രിപ്പും ഇല്ല. ഇവിടെയാണെങ്കിൽ നല്ല പായൽ വളർന്നിട്ട് വേഗം സ്ലിപ്പായി പോകും. ഉണ്ടോ? ഇങ്ങനെ വേണമെന്നില്ല. സാധാരണ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടോ, വമ്പൻ സീനാണ്. ഞാനിപ്പോ ഈ വണ്ടി കൊണ്ട് ഈ സ്റ്റാൻഡ് ഒന്ന് ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ചാല്, കുറച്ചുകൂടി പൊക്കി വെച്ചാല് ഞാൻ വണ്ടി പോകുമ്പോ വീഡിയോ എടുക്കാലോ എന്ന് തിരിച്ചത് ചെയ്യും. അപ്പൊ വണ്ടി കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വീഴുമ്പോ ഇവിടെ കാല് സ്ലിപ്പായി പോയിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. മുറ്റം നിറച്ചും അങ്ങനെ തന്നെ. എപ്പോ വേണമെങ്കിലും വീഴാം. ഇന്ന് ഇവിടെ പല്ല് തേക്കാണേ. ഇതുണ്ടോ, ഇത് കുറച്ചുകൂടി വെട്ടി ഇവിടെ നടണമെന്ന്. അങ്ങനൊക്കെയാണ്. പണി ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല ശരിക്കും. ഉണ്ടല്ലോ, ഞാൻ ഈ നല്ല മഴ പെയ്യുമ്പോഴാണെങ്കിൽ
കോൺക്രീറ്റ് ചെയ്ത് സൈഡൊക്കെ കെട്ടണം വിചാരിച്ചു. എന്നാൽ വെള്ളം നിറച്ച് വെച്ചാൽ സെറ്റ് ആവുമല്ലോ, വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. അങ്ങനെ കരുതി ചെയ്യുന്നത് കഴിയണ്ടേ, ഒരു സമയം കിട്ടണ്ടേ. ഇതിങ്ങനെ പെറുക്കിയിട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു പണിയാണ്. പിന്നെ അവിടെ കുറച്ചുകൂടി ചെയ്യാനും ഉണ്ട്. അത് ചെയ്തിട്ടേ ഇനിയിപ്പോൾ അങ്ങോട്ട് കടന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആണ്. ഇതിപ്പോ കുറച്ചെടുത്ത് മാറ്റിയാൽ ഒന്നും കൂടി ഇളക്കിയിട്ട് ആ മണ്ണൊക്കെ പോയി കിട്ടിക്കോ. അതും ചെയ്യണമെന്നുണ്ട്. ഇതിലെ പായൽ മൊത്തം പോയിട്ടോ. ഇത് മറ്റേ എന്തെയ്യുന്നു, അസോളെ അതുണ്ട്. ഈ മൂടിയിട്ടിട്ട് വെയിൽ കൊള്ളാത്തതുകൊണ്ട് അത് മൊത്തം കേടായി. കുറച്ച് ഉണ്ട്, അത് സെറ്റായി വരും വിചാരിക്കാം. അത് നല്ല സ്ഥലത്താണെങ്കിൽ ഡെയിലി മീൻ കൊടുക്കാനുള്ളത് ഉണ്ടാവുന്നു, കിട്ടേനു. പണ്ട് കഴിച്ചിട്ടേ കാണാം. ഒരു സാധനം കാണിച്ചുതരാം. ഇതുണ്ടോ, ഇതൊരു ചീരയാണ്. ഇതാ യൂട്യൂബിൽ ഏതോ ഒരു ചാനലിൽ ഞാൻ എന്തേന്ന് അയാളെ പേര്, ആ ഫുഡൊക്കെ ഇങ്ങനെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരാളില്ലേ, അയാളെ പേര് മറന്നുപോയല്ലോ. അയാൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്ത് വൈറലായിരുന്നു. ആ സമയത്ത് ഞാൻ ഓമശ്ശേരി എന്നൊരു ഇത്രയുള്ളൊരു കൊമ്പ് ഞാൻ അവിടെ റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന കണ്ടപ്പോൾ ഒരു 10 രൂപയ്ക്ക് വാങ്ങിയതാ. അത് നട്ടിട്ട്, അത് ഞാൻ കവറിൽ നട്ടിട്ടേ, കവറിൽ നട്ട് പടർത്തി. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് 2-3 കൊമ്പ് വെച്ചത് ഇവിടെ പടർന്ന് മുറ്റം നിറച്ചുമായിട്ടുണ്ട്. ഞാനെന്ത് കാടായപ്പോൾ വെട്ടിക്കൊടുത്തതാ. ഇതാണ് ഇങ്ങനെ ഈ പുഴു നാശാക്കുന്നതുകൊണ്ട് പേരി വെക്കാൻ കഴിയുന്നില്ല. നല്ല ഇല കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞതാ. എന്തേന്ന് ചീരന്റെ പേര്, എന്തോ ഒരു കണ്ണിന് കാഴ്ച ശക്തി കൂടുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വീഡിയോ ഇട്ടിട്ട് ഇതിന്റെ പേര് മറന്നു. എന്തായാലും അതാണ് ഇത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, അപ്പൊ ഞാൻ എന്തേന്ന് പറഞ്ഞു വന്നത്, ടാങ്ക് മാറ്റണം, പ്ലംബിങ് ചെയ്യണം, എന്താക്കണം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ ടാങ്ക് തൽക്കാലത്തേക്ക് ഒന്ന് കഴുകണം. അത് കണ്ട സ്ഥിതിക്ക് ഇപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാണ്, മാനസികപരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഉപയോഗിക്കുമ്പോഴേ അത് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പേടിച്ചെന്താന്നറിയാം, അതിനി ആ ടാങ്ക് ഇളകിയാൽ ചിലപ്പോൾ ലീക്കാവും, അത് വിചാരിച്ചിട്ടാ. അപ്പോ എന്തെങ്കിലും ചെയ്യണം, ഒന്ന് കഴിയും നോക്കണം. പിന്നെ കഴിക്കാൻ ഇവിടെ ചോറ് തരും. എന്തായാലും 11:30 ആയില്ലേ, ചോറ് കുറച്ചെടുത്ത് കഴിക്കാം. എന്നിട്ട് ഉച്ചക്ക് നേന്ത്രപ്പഴം ഇനി ഞാൻ കഴിക്കൂല. നേന്ത്രപ്പഴം കഴിച്ചിട്ട് ഗ്യാസ് കയറിയിട്ട് ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് നേന്ത്രപ്പഴം ഞാൻ കഴിക്കൂല. ഇവിടെ ഉപ്പുമാവുണ്ട്, അത് വറവിട്ടിട്ടുണ്ട്. വറവ് എണ്ണയും കടുകൊക്കെ ഞാൻ ഒഴിവാക്കിയത്. എപ്പോഴെങ്കിലൊക്കെ കഴിക്കാം, എന്നും കഴിച്ചതിന് ശരിയാവില്ല. തന്ത വൈബല്ലേ. അപ്പം ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും സംഭവിക്കേണ്ട ചിലപ്പോൾ സംഭവിക്കും എന്ന് എഴുതിയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ചോറ് കഴിക്കട്ടെ. ഉച്ചക്ക്
റോബസ്റ്റ് വേണം. റോബസ്റ്റിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുക. പക്ഷെ എന്ന് നല്ലപോലെ ഫുഡ് കഴിക്കുന്നതാണ് എൻ്റെ. ഇന്ന് ലെഗാണ്. ലെഗിന് നല്ലപോലെ വേറെ വഴിയുണ്ട്. ഇവിടെ ചെറുപയറുണ്ട്, അത് ഞാൻ കഴിച്ചോട്ടെ നേരി അമ്മ വറവിട്ടിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ വേറൊരു ഓയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. മറ്റേ ഓയിലല്ലേ, ഒലീവ്. അതിട്ടിട്ടൊന്ന് സെറ്റാക്കി വെക്കാം. അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. എവിടെ ക്യാമറ ആ ഇതുണ്ടായ ഇത് വെച്ചിട്ട് ഞാനൊന്ന് റീവർക്ക് ചെയ്ത് നോക്കട്ടെ. അതിനിപ്പം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതാക്കാം. അല്ലേ നല്ലത് രാമൻകുട്ടി? ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിൽ തന്നെ വെളിച്ചെണ്ണാക്കാം. അതാ ഓയിലാക്കാം. സംഭവം ഉണ്ടല്ലോ, സംഭവം ചപ്പാത്തി ഉണ്ടാക്കുക. പക്ഷെ ഞാനിനി ചപ്പാത്തി ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഞാനൊരു 1 മണിക്കൂറാവും. അപ്പൊ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞാൽ അത്രയും സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ആക്കാൻ വിചാരിച്ചത്. അതാണ് ഉറുമ്പ്. ഇതിന്റെ മുകളിലല്ലേ, ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചുറ്റും ഉറുമ്പുണ്ട്. ഞാനിപ്പോ കണ്ട എന്താ പറയുക, ഇതിലേക്ക് തന്നെ കുറച്ചൊഴിക്കുക. അതിലേക്ക് ചാനൽ നേരത്തെ വന്നിട്ടുണ്ടല്ലോ. അതിലേക്ക് ചെറുപയർ ഇടാം. ഇട്ടുന്നുണ്ട്. ഞാനത് ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നത്
പേരിട്ടാ രസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ശരി നോക്കാം. സംഭവം ഉണ്ടല്ലോ, ഞാന് ഇപ്പൊ 2 കൊല്ലവും ഏകദേശം 2 മാസമായിട്ടുണ്ടാവും ജിമ്മിന് പോകുന്നത്. എന്ത് മാറ്റം! പ്രോട്ടീൻ ഇല്ലാത്തത് മൊത്തം ഇഞ്ചറിയാണ്. അവിടെ വേദന, ഇവിടെ വേദന. ഇന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ കാലിനാണെങ്കിൽ അടുത്ത ദിവസം കഴുത്തിൽ. അങ്ങനെ പ്രശ്നങ്ങളാണ്. നല്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ആ ഒലീവിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ട്, വേറെ മാറ്റമൊന്നും ചെയ്യില്ല. അപ്പൊ അടുത്ത മണ്ണത്തരം. ഒരു ഉള്ളി ഇത് വെറും മല പോലെ ആയിട്ട്, ഇത് വെറും ചെറുതായി മാത്രമേ. ഈ ഉള്ളിയോ തക്കാളി എന്തെങ്കിലും കിട്ടിയാലും അപ്പൊ ഞാൻ കഴിക്കട്ടെ. പക്ഷെ എന്തും നോക്കാം, ഞാൻ എന്ത് പരിപാടി ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ ഓക്കെ. ക്യാമറ ഈ സൈഡിലായതുകൊണ്ട് ഈ സൈഡിലേക്ക് പറഞ്ഞുകൊണ്ടല്ലേ. ഓക്കെ. ഈ മൈത്രേനില്ലേ, മൈത്രേൻ ഇപ്പൊ ഒരു റൗണ്ട് കൂടി ഇങ്ങനെ അടിക്കാൻ തുടങ്ങി തോന്നുന്നുണ്ട്. എല്ലാ ചാനലും ഉണ്ട് ഇന്റർവ്യൂ. കാണുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അയാളൊരു സംഭവമാണ്. ഞാനിപ്പോ അലക്കാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അത് പോവാൻ നേരത്തെ അലക്കാം. മറ്റേ പടല്ലേ, ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, ഗ്രാനി, അത് കാണട്ടെ. നെറ്റും കൂടെ കാണട്ടെ അവന്റെ ടിവിയിലേക്ക്. അപ്പൊ കേട്ടോ, അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ഓക്കെ. പണിപാളിയാ. എന്താ, ഒരു മിനിറ്റ്, ഞാന് ആ ഫോണിന് കണക്ട് ആയി നിൽക്കുന്നുണ്ടാവും, അതായിരിക്കും ഇതിൽ കണക്ട് ആവത്തല്ലേ. അപ്പോൾ ഞാൻ ഫോണില് മറ്റേ ഫോണിലുള്ളത് ഓഫ് ചെയ്യട്ടെ. ഇപ്പൊ സെറ്റായല്ലോ. ഇപ്പൊ കണക്ട് ആയില്ല. അപ്പൊ രണ്ട് ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ റെഡി.
ഫോക്കസ് ആവത്ത വെളിച്ചല്ലേട്ടാ. ഇരുട്ടിൽ കണ്ടാലല്ലേ പടം ഒരു രസം കിട്ടുള്ളൂ. യൂട്യൂബില് ഉണ്ടെന്നാ കേട്ടത്. എത്ര എണ്ണത്? കാത്തു കാത്തു നിന്നൊരു അദൃശ്യം ഭരതനാട്യം. കെട്ടിയതാണ് എന്റെ മാല. എവിടെടാ ഗ്രാനി? ആ വന്നല്ലോ. സെർച്ച് ചെയ്യണ്ട, ഫസ്റ്റ് തന്നെ ഉണ്ടത്. യെസ്. അപ്പൊ ഞാൻ കാണട്ടെ. ഞാൻ ആദ്യമായി ഗ്രാനിയെ കാണുന്നു. ഞാനിപ്പോ ഈ കിടന്നൊക്കെ കാണുന്ന എന്താണെന്നറിയോ? എന്തിനാണെന്നറിയോ? വെറുതെ ഇനി അതിലേലും വേദന വരാനുള്ള ഒരു പരിപാടി ചെയ്ത് വെക്കാം. ഇരുന്ന് കണ്ടാലും വരും, കിടന്ന് കണ്ടാൽ ആ കസേരയിലങ്ങനെ ഇരുന്ന് കണ്ടാ മതി. ഞാനിപ്പോ വേദന വിളിച്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം ഹൊററാണ് കേട്ടോ. ഹൊറർ. 12 മണിയായപ്പോ എന്തൊരു ശബ്ദം കേട്ടായിരുന്നു. നീ എന്തിനാ രാത്രി ഉണർന്നിരുന്നത്? അല്ല, മര്യാദയ്ക്ക് നേരത്തെ കിടന്ന് ഉറങ്ങിക്കൊള്ളണം. രാവിലെ എഴുന്നേക്കാൻ താമസിച്ച എന്റെ സ്വഭാവം മാറും. മനസ്സിലായോ? അവിടെ ഇങ്ങനെ കിടന്നിട്ടേ ഒരു വേദന. ഊരല്ല, എന്റെ മുകളിലേക്ക് കയ്യൊക്കെ ഇങ്ങനെ തരിപ്പൊക്കെ വരും. ഗ്രാനി കണ്ടു. അടിപൊളി അടിപൊളി അടിപൊളി. എന്തേന്ന് അയാളുടെ പേര്? അനന്തരാമൻ അജയ്, സംവിധായകൻ. അത് അടിപൊളി ഷോർട്ട് ഫിലിം ആയിട്ടോ. ക്ലൈമാക്സ് ഒക്കെ പൊളി. സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവത്തിലാണെങ്കിലും അതെങ്ങനെയാ, അത് നൈസായിട്ട് എടുത്ത് അവസാനത്തെ സീനൊക്കെ. ഇനി ഞാൻ പോയി അലക്കട്ടെ. എന്നും ഇങ്ങനെ അലക്കുന്ന വീഡിയോ ആവശ്യമില്ലല്ലേ. എന്തായാലും ഞാൻ അലക്കാൻ പോവാണ്. ഇന്നിത്ര മതി. പിന്നെ ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ചിലപ്പം മറ്റേ വീഡിയോ എടുക്കും. ഏത് ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ വീഡിയോ. അത് ഇതിൽ ലെങ്ത് കൂടുകയാണെങ്കിൽ ഇതിലിട്ടില്ല, അല്ലെങ്കിൽ ഇതിട്ടാം. ഓക്കെ.